ആ പെൺകുട്ടിയോട് പ്രതികാരമല്ല ആരും ചോദിക്കുന്നത്, പക്ഷെ ദീപകിനോട് നീതിയാണ്. പ്രതികാരം നീതിയല്ല. ആ പെൺകുട്ടി മാത്രമാണോ കുറ്റക്കാരി? യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹം കൂടി കുറ്റക്കാരാണ്. ദീപകിന് സമൂഹത്തിലുള്ള വിശ്വാസം, നാട്ടുകാരിലുള്ള വിശ്വാസം, സിസ്റ്റത്തിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. രാഹുൽ ഈശ്വർ, സമാനമായൊരു വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ഏതൊരു KSRTC ബസ്സാണെന്ന് തോന്നുന്നു. ആ ബസ്സിൽ വലിയ തിരക്കുള്ള ബസ്സാണ്. ആ ബസ്സിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അതിനിപ്പുറം ഒരു പയ്യൻ വിദ്യാർത്ഥി എന്ന് പറഞ്ഞ പയ്യൻ ഇരിപ്പുണ്ട്. 3 പേർ ഇരിക്കാവുന്ന സീറ്റിൽ നടുക്കിരിക്കലാണ്. ഈ പെൺകുട്ടി ഇങ്ങനെ ഈ വീഡിയോ എടുത്തു വെച്ച് ഈ പയ്യൻ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു വീഡിയോ എടുത്തിടുന്നത് ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ബസ്സിൽ എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്നൊരു നിലപാട് ആർക്കുമില്ല. ബസ്സിൽ സ്ത്രീകൾ അതിക്രമം നേരിടുന്നുണ്ട്. അങ്ങനെ അതിക്രമം നേരിടുന്നതിനെ ഇത്തരത്തിൽ എന്താണ് പാതി വെന്തതും അല്ലെങ്കിൽ പാതി സത്യവും അല്ലെങ്കിൽ സ്ലോ മോഷനോ കാണിച്ചു കഴിഞ്ഞാൽ ഏത് പരാതി എങ്ങനെ വിശ്വസിക്കും രാഹുൽ? അവിടെയാണ് ആദ്യം തന്നെ ദീപകിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദീപകിന്റെ അച്ഛനും അമ്മയ്ക്കും അസ്കർ അലിയെ പോലുള്ള സുഹൃത്തുക്കൾക്കും ഞാൻ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമവും വേദനയും തോന്നി. ദീപകിന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടാകുന്ന വേദന ചിന്തിച്ചാൽ പോലും പറ്റുന്നില്ല. കാര്യം എനിക്ക് 2 ആൺമക്കളാണുള്ളത്. അപ്പൊ അതിന്റെ പേടിയും ഭയവും ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളാൽ കഴിയുന്ന പിന്തുണയും സപ്പോർട്ടും ദീപകിന്റെ ഫാമിലിക്ക് പറഞ്ഞിട്ടുണ്ട്. ജിജിൽ എന്ന് പറഞ്ഞ അവരുടെ ഒരു കസിൻ ബ്രദറിനോടാണ് സംസാരിച്ചത്. അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത 2 ദിവസത്തിനകം ദീപകിന്റെ വീട്ടിൽ എത്തണമെന്നാണ് ആഗ്രഹം. ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തെ ഒരു ബാലൻസ്ഡ് ആയ രീതിയിൽ കാണണം. ആ പെൺകുട്ടിയോട് പ്രതികാരമല്ല ആരും ചോദിക്കുന്നത്, പക്ഷെ ദീപകിനോട് നീതിയാണ്. പ്രതികാരം നീതിയല്ല. അതുകൊണ്ട് തന്നെ ദീപകിന് നീതി ആവശ്യമാണ്. ഈ പെൺകുട്ടി വീഡിയോ വഴി വ്യാജ പ്രചരണം നടത്തി, വ്യാജ വീഡിയോയും വ്യാജ പരാതിയും ഉന്നയിച്ച് ദീപകിനെ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ BNSന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം IT ആക്ട് അടക്കം എടുത്ത് ആ പെൺകുട്ടിക്കെതിരെ നടപടി വേണം. ഈ വിഷയത്തെ ഏറ്റവും വിഷമകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് സ്പേസ് പോലും കൊടുക്കരുത്. കാര്യം അതല്ല വിഷയം. ഇത് യഥാർത്ഥത്തിൽ പല നാളുകളായി പറഞ്ഞിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനയുടെയും വിഷമത്തിന്റെയും കാര്യമാണ്. ഹാഷ്മി, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഹാഷ്മിയുടെയും നമ്മുടെയും ചർച്ച തുടങ്ങിയതിനു ശേഷം 16 മിനിറ്റായി. ഈ നിമിഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം 4 പുരുഷന്മാർ ഇന്ത്യയിലെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് NCRB കണക്കുകൾ പറയുന്നത്. ഓരോ 4.5 മിനിറ്റിൽ ഒരു പുരുഷനും ഓരോ 11 മിനിറ്റിൽ ഒരു സ്ത്രീയുമാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഹാഷ്മിക്കും 24ന്റെ ടീമിനും ഒരു നന്ദി കൂടെ പറയുന്നു. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കേരള മാധ്യമങ്ങളിൽ ഒരു പുരുഷ വിഷയം അല്ലെങ്കിൽ ഒരു പുരുഷൻ നേരിട്ട അനീതിയോ പുരുഷൻ നേരിട്ട മാനസിക പീഡനമോ വിഷയമാക്കുന്നത്. അതിന് ഹാഷ്മിക്കും ഹാഷ്മിയുടെ ടീമിനും വളരെയധികം നന്ദി. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ആൾക്കാർക്ക് മടിയാണ്. ഞങ്ങൾ ആരും സ്ത്രീവിരുദ്ധരല്ല. സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അതോടൊപ്പം പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണമെന്ന് വാദിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉള്ളതുകൊണ്ടുകൂടിയാണ്. കാര്യം പുരുഷന് അത്താണിയില്ല, ആശ്രയമില്ല, ഒരു ആലംബമില്ലാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫെമിനിസ്റ്റുകളോട് ബഹുമാന പുരസ്സരം ചില വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട്. അവരോടും കൂടി ചേർന്ന് പ്രവർത്തിക്കാനും തയ്യാറാണ്. പുരുഷ കമ്മീഷൻ ശ്രീ എൽദോസ് MLA അവതരിപ്പിച്ച ബില്ല് നമ്മുടെ നിയമസഭയുടെ പരിഗണനയിലുണ്ട്. രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ എന്ന ആപ്പിന്റെ MP അവതരിപ്പിച്ച ബില്ല് അവിടെ ഓൾറെഡി അവതരിപ്പിച്ചു. നമ്മുടെ ഇവിടെ കോൺഗ്രസ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിയാണ് അവതരിപ്പിച്ചത്. ഇത്തരം ഘടനാപരമായ കാര്യങ്ങളും കൂടെ നോക്കണം. ഇല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഒരു 10-20 കോള് വരും. ഞാൻ ഏതെങ്കിലുമൊക്കെ അഡ്വക്കേറ്റ് സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്യും. എല്ലാ ദിവസവും എനിക്കിത് ചെയ്യാൻ കഴിയില്ലോ. എനിക്ക് ഒരു ജീവിതവും കുട്ടികളും മറ്റുമുണ്ട്. ഒരു ഘടനാപരമായ സംവിധാനം വേണം. ഹാഷ്മി, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനായിരുന്നു യുവജന കമ്മീഷന്റെ ആദ്യ സ്റ്റേറ്റ് കോർഡിനേറ്റർ. നമ്മുടെ സിന്ധു ജോയ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറും മറ്റും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ യുവജന കമ്മീഷൻ. 2024 നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതേപോലെ യുവജന കമ്മീഷൻ നമ്മുടെ ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പുരുഷ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഒരു ആശ്രയം ഉണ്ടാകും, അത്താണി ഉണ്ടാകും. പലർക്കും ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി മാത്രമാണോ കുറ്റക്കാരി? യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹം കൂടി കുറ്റക്കാരാണ്. ദീപകിന് സമൂഹത്തിലുള്ള വിശ്വാസം, നാട്ടുകാരിലുള്ള വിശ്വാസം, സിസ്റ്റത്തിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. കോടതി പോയാലും നീതി സംവിധാനത്തിൽ പോരാടിയാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോരാടിയും തനിക്ക് ജയിക്കാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദീപക് ഈ കടുംകൈ ചെയ്യില്ല. അവിടെയാണ് ഹോപ്പ്ലെസ് ആകുകയാണ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് അവന് വിഷമമുള്ളതുകൊണ്ട് മാത്രമല്ല, അവന് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്, പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ്. തനിക്ക് നീതി കിട്ടുമെന്നും താൻ നിരപരാധിയാണെന്നും തെളിയിക്കാൻ അവന് കഴിയുമെന്ന വിശ്വാസം ഇല്ലാത്തപ്പോഴാണ്. സുനീർ എന്ന് പറയുന്ന ഒരു പയ്യൻ തിരുവനന്തപുരത്ത് 2-3 മാസം ആത്മഹത്യ ചെയ്തു. സുനീറിന്റെ ഉമ്മയെ കൊണ്ട് ഞങ്ങൾ DGPയെ കാണാൻ പോയിരുന്നു. 29 വയസ്സാണ് ആ പയ്യന്റെ പ്രായം. ഭാര്യയുടെ വ്യാജ പരാതിയിലാണ്. ഇതുപോലെ ഒരുപാട് പരാതികളുണ്ട്. നമ്മുടെ നാട്ടിലെ പേര് പറയാൻ കഴിയാത്ത വളരെ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ ഇത് അനുഭവിക്കുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ അവരുടെ കാര്യം ഡീൽ ചെയ്യുന്നുണ്ട്.
ഇതിന്റെ എല്ലാം ഇവരുടെ നാണക്കേട്, ചമ്മൽ, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന അപമാനം, മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട്, പൊതുസമൂഹം ഇവരെ എടുക്കുന്ന നിലപാട്, ഇതെല്ലാം കാരണം ഭാര്യ കൊടുക്കുന്ന ഇവർക്കെതിരെയുള്ള കള്ളപ്പരാതികൾ, സമൂഹം കൊടുക്കുന്ന കള്ളപ്പരാതികൾ, വ്യാജ പോക്സോ കേസുകൾ, അങ്ങനെ പുരുഷൻ ഒരുപാട് പ്രശ്നമുണ്ട്. അതിനർത്ഥം എല്ലാ കേസും തെറ്റാണെന്നൊന്നുമല്ല, ഒരുപാട് കേസുകൾ ശരിയാണ്. പക്ഷേ ഈ തെറ്റായ കേസുകൾക്ക് ഒരു മെക്കാനിസം വേണം, വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഒരു മെക്കാനിസം വേണം. അതുകൊണ്ട് ഘടനാപരമായി മെൻസ് കമ്മീഷൻ അടക്കമുള്ള സ്ത്രീകൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള നല്ല സ്ത്രീ പ്രാതിനിധ്യമുണ്ട് മെൻസ് കമ്മീഷന്. ആ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടി ചിന്തിക്കണം എന്നാണ്. ഇവിടെ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോക്സോ പരാതികളിൽ അതിന്റെ കൺവിക്ഷൻ റേറ്റ് എടുത്ത് നോക്കിയാൽ അത് ദുരുപയോഗപ്പെടുന്നുണ്ടോ എന്ന വ്യാപകമായ ആശങ്കയ്ക്കുള്ള വകുപ്പുണ്ട്. കൺവിക്ഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു പക്ഷേ അങ്ങേയറ്റം പുരുഷവാദമായിരിക്കാം. ഇതിനിടയിൽ ഒരു വരയുണ്ടാവുണ്ട്. ശ്രീ എം ആർ അഭിലാഷ്, എംപവർമെന്റ് നല്ലതാണ്, തങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെൺകുട്ടികൾ, സ്ത്രീകൾ ഉറച്ചു പറയുന്നത് നല്ലതാണ്. പക്ഷെ അതിനിടയിൽ ഇത്തരം വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം എന്താണ് അത് ആ വീഡിയോ കണ്ടാൽ തന്നെ സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇക്കാലത്ത് ട്രെൻഡിങ് ആവുന്നുണ്ട്, റീച്ചും ഷെയറും ഉണ്ടാവുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പരാതിയിലേക്കോ നടപടിയിലേക്കോ ഇക്കാലം അത്രയും പോകുന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പെൺകുട്ടിയുടെ നിലപാട് എന്താണ് അവർ വീഡിയോ ഇട്ട ആ ചെറുപ്പക്കാരനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ എടുക്കുമ്പോഴും തൊടുക്കുമ്പോൾ 10 കൊള്ളുമ്പോൾ 100 എന്ന മട്ടിൽ ഈ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്ത് പോവും. ഇതിന് അറുതി വേണ്ടേ ശ്രീ എം ആർ അഭിലാഷ്? ശ്രീ ഹാഷ്മി, ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കുറ്റാരോപിതനായി മരണപ്പെട്ട വ്യക്തി, ആത്മഹത്യ ചെയ്യപ്പെട്ട വ്യക്തി കുറ്റക്കാരനായിരുന്നു എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു ചർച്ചയും നമ്മുടെ ഭാഗത്ത് പാടില്ല ഇന്ന്. കാരണം സ്വയം ഡിഫെൻഡ് ചെയ്യുവാൻ അദ്ദേഹം ഇല്ല എന്ന് മാത്രമല്ല, ഈ വിഷ്വൽ വളരെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ്. ഇനി ഡൽഹിയിലിരുന്നു കൊണ്ട് എനിക്കത് മുഴുവൻ പരിശോധിക്കാൻ ഉണ്ടായ പരിമിതി കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അവൈലബിളായിട്ടുള്ള ആ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ആരോപണം ഉയർത്തിയ വ്യക്തി മരണപ്പെട്ട ആളിൽ നിന്നും കുറച്ച് ദൂരം പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഒരു ഫോട്ടോഗ്രാഫറുടെ സ്കില്ലോടുകൂടി അയാളെ ആ ഫ്രെയിമിൽ ഉൾപ്പെടുത്തി ഏറ്റവും സുന്ദരമായ സെൽഫി എടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ശൈലിയോടുകൂടി അദ്ദേഹത്തിനെ അതിൽ പകർത്തുന്നുണ്ടായിരുന്നു. പിന്നീട് നാം കാണുന്നത് വളരെ പ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ്. അപ്പോൾ ഈ ആദ്യത്തെ വിഷ്വലിൽ നിന്നും രണ്ടാമത്തെ വിഷ്വലിലേക്ക് എങ്ങനെ പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ദൂരെ നിൽക്കുമ്പോൾ ഈ ക്യാമറ പിടിക്കുമ്പോൾ ഇദ്ദേഹം വളരെ വിദൂരമാണ്. ഒരു തരത്തിലും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇദ്ദേഹവുമായിട്ടൊരു ശാരീരികമായ ഒരു സ്പർശനമുണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയാത്തപ്പോൾ അവരങ്ങനെ വീഡിയോ അത്തരത്തിൽ ബോധപൂർവം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തിൻ്റെ ഉദ്ദേശമായിരിക്കാം? ഇത് കെണി വെച്ച് പിടിക്കുകയായിരുന്നില്ലേ ശ്രീ ഹാഷ്മി? അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു ചർച്ചയ്ക്കും സാധ്യതയില്ല എന്ന് പറയാൻ കാര്യം അവൈലബിളായിട്ടുള്ള വിഷ്വൽസ് ഒന്നും തന്നെ അത് സൂചിപ്പിക്കുന്നില്ല. മൂവി എന്ന വാഹനത്തിൽ ഏറ്റവും അവസാനം ഇവർ കുറ്റം ചാർത്താൻ ശ്രമിച്ചിരിക്കുന്ന ആ ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാൽ മൂവി എന്ന വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ കരം പാസീവായിട്ട് സ്പർശിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ആക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒഫൻഡേഴ്സിനെ ഒന്നും തന്നെ നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയില്ല. നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് അറിയോ? അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ സംഭവിച്ചതിനെ പരമാവധി സ്ലോ മോഷനിലിട്ട് അത്രയും മൈനസ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈർഘ്യമാണ്. അതിന്റെ ഒറിജിനൽ വീഡിയോയിൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോവാണത്. അത് ദുഷ്ടലാക്കാണ് അഭിലാഷ്. അദ്ദേഹത്തിന്റെ കരം മറ്റെന്തോ മൊബൈൽ ഫോണോ ബാഗോ മറ്റെന്തിലോ അദ്ദേഹത്തിന്റെ കരം എൻഗേജ് ചെയ്യുമ്പോഴാണ് ഈ മുട്ട് വെച്ച് ശരീരത്ത് സ്പർശിക്കപ്പെടുകയുണ്ടായത്. അപ്പം ഞാൻ ആദ്യമേ ഇതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം നമ്മുടെ ചർച്ച ഇവിടെ ആരോപണം ഉയർത്തിയ വ്യക്തി വിശാല ഹൃദയയായി ഇതെല്ലാം ക്ഷമിച്ചിരിക്കണമായിരുന്നു എന്നോ അങ്ങനെയൊന്നും നാം പറയുന്നത് മരണപ്പെട്ട ആളോട് ചെയ്യുന്ന ഒരു സൂചന പോലും വലിയൊരു ക്രൂരതയാണ്. പിന്നെ ശ്രീ രാഹുൽ ഈശ്വറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇവിടെ ഇത് അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യാവകാശ വിഷയമാണ്. ഇത് പരിഗണിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയും പുരുഷനും ഒന്നുമില്ല. മനുഷ്യാവകാശ കമ്മീഷൻ വളരെ ത്വരിതമായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ ശ്രീ ബൈജുനാഥ് ഉത്തരവിറക്കി DGPയോട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുവാൻ. അതിൻ്റെ ഭാഗമായിട്ട് സ്വമേധയാ കേസും എടുത്തു. അപ്പോൾ ഇത് മനുഷ്യാവകാശ കമ്മീഷന് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുണ്ട് ഇത് സ്ത്രീ വിഷയമോ പുരുഷ വിഷയമോ അല്ല, അടിസ്ഥാനപരമായിട്ട് ഇത് മനുഷ്യാവകാശ വിഷയമാണ്. മനുഷ്യാവകാശ കമ്മീഷനെ പോലെ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ദേശീയ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും വിജിലൻ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ആവർത്തിക്കുകയില്ല. ആ തലത്തിലാണ് ഇത് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. പിന്നെ ഞാൻ വളരെ
നമുക്ക് യുക്തിരഹിതമെന്ന് തോന്നുന്ന നിരവധി വാദങ്ങൾ കേൾക്കുകയുണ്ടായി. പോലീസിന് പരാതിപ്പെടുകയാണെങ്കിൽ പിന്നെ കോടതിയിൽ പോയി വക്കീലിൻ്റെ ക്രോസ് വിസ്താരത്തിന് മറുപടി കൊടുക്കുവാൻ ഈ ഇര നിർബന്ധിക്കപ്പെടുമായിരുന്നു. ഇവിടെ ഒരു സെക്ഷൽ ഒഫൻസ് കേസിലെ അതിജീവിതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കും, അല്ലേ? നിയമ നടപടി സ്വീകരിക്കും. ആ നടപടി സ്വീകരിക്കരുത്, പകരം ഈ അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ തിരിച്ച് പ്രതികരിച്ചാൽ മാത്രം മതി എന്നൊരു കാഴ്ചപ്പാട് ഇവർക്കാർക്കും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവർ ഈ നിയമ സംവിധാനത്തിനെ തള്ളിപ്പറയുന്നത്? നിയമ സംവിധാനത്തിനെ തള്ളിപ്പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അത് എക്സ്ട്രീം, അത് ഫെമിനിസം എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ശ്രീ രാഹുൽ ഈശ്വർ പരാമർശിച്ച് കണ്ടിട്ടുണ്ട് ഫെമിനിച്ചി എന്ന് പറയുന്ന ഒരു പ്രയോഗം. എനിക്ക് വ്യക്തിപരമായി അതിനോട് വിയോജിപ്പുണ്ടെങ്കിലും പലപ്പോഴും ഐഡിയോളജിക്കലി ന്യായീകരിക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള ക്രൂരതകളെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ അങ്ങനെ മാത്രമേ പറയുവാൻ കഴിയൂ. അവിടെ ബസ്സിലെ കണ്ടക്ടർ, ഹീസ് എ വൺ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു ഇൻ്റർഫിയർ. കണ്ടക്ടറിനെ അറിയിക്കാതെ അവിടുത്തെ സിവിൽ സൊസൈറ്റിയിൽ അവിടെ സഹയാത്രികരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആരുടെയും ഇവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ പോലീസിനെ ഡയൽ ചെയ്യാൻ, ഫോണിൽ ഫോട്ടോയും വീഡിയോയും പിടിക്കാൻ കഴിയുമെങ്കിൽ പോലീസിനെ ഡയൽ ചെയ്യാനും അറിയാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ. അപ്പം പോലീസിനെ അറിയിക്കാതെ ഇത്തരത്തിൽ ആ വ്യക്തി പോലും, കുറ്റാരോപിതനാകാൻ പോകുന്ന വ്യക്തി പോലും അറിയാതെ അത് പിന്നീട് അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടും ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തി അവസാനിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവർക്കിവിടെ റിലീഫായിരുന്നില്ല വേണ്ടിയിരുന്നത്. അവർക്കവിടെ റിലീഫായിരുന്നുവെങ്കിൽ അവരവിടെ പ്രതികരിക്കുമായിരുന്നു, നിയമ സംവിധാനത്തിലേക്ക് പോകുമായിരുന്നു. പോലീസിന് പരാതി കൊടുത്താൽ ഓരോ കേസിലും കോടതിയിൽ കൂട്ടിക്കയറി നിർത്തി ക്രോസ് എക്സാമിനേഷന് വിധേയരാകുമെന്ന് ആരാണ് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടാകുകയാണെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് അലേർട്ടാണ് കേരളത്തിലെ. എനിക്ക് തോന്നുന്നില്ല, പല പരിമിതികളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലീസ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ കേട്ടിട്ടില്ല. പോലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ചെയ്യുകയും ആ സത്യാവസ്ഥ ആരും പരിശോധിക്കുന്നതിനകത്ത് അവർക്കാർക്കും താല്പര്യമില്ല. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു വ്യക്തിയുടെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വളരെ കെയർഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വിഷ്വലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാരോപണം, അവർക്ക് സബ്ജക്റ്റീവായിട്ട് തോന്നിയ ആരോപണം അവിടെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം ആ വ്യക്തി എന്തെങ്കിലും ഒരു അസേർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടിലൂടെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കുന്നതായിട്ട് ഒരു തരത്തിലും കാണാൻ കഴിയുന്നില്ല. ഒരു യൂട്യൂബറുടെ എല്ലാ ചാരുതയും സ്കില്ലും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ ആ വിഷ്വൽ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആ വീഡിയോ പിടിക്കുന്നത്. ഇതൊരു ഹണി ട്രാപ്പ് അല്ല ശ്രീ ഹാഷ്മി, ഇത് കെണി വെച്ച് പിടിക്കുകയായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയോട് ചെയ്യുന്ന വലിയൊരു നീതിരാഹിത്യമായി. താങ്കൾ പറഞ്ഞത് ഫോണല്ലേ? ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ദീപകിന്റെ കയ്യിൽ ബാഗുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ബാഗുണ്ട്, ഭാരമേറിയ ബാഗാണ്. ബസ്സിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ബാഗ് പൊക്കില്ലേ? ആ ബാഗ് പൊക്കുമ്പോൾ സ്വാഭാവികം രണ്ട് മുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ആ മുട്ടിൽ പറ്റിയൊരു സ്പർശമാണ്, അതല്ലാതെ മനഃപൂർവ്വമാണെന്ന് എനിക്ക് ബോധ്യമില്ല പല ആവർത്തി കണ്ടതിൽ. അല്ല, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി. അല്ല, ഈ കാർപ്പി ഡീം എന്ന് പറയുന്ന ഒരു ഫ്രൈസ് ഉണ്ട്. അതായത് ക്യാച്ച് ദ ഓപ്പർച്യൂണിറ്റി. ആ ഒരൊറ്റ നിമിഷമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ നിമിഷം അവർ ക്യാപ്ചർ ചെയ്തു. അതും കൈയുടെ പുറകുഭാഗം കൊണ്ട് ശരീരത്തെ സ്പർശിക്കുന്ന ആ ഒരു നിമിഷം. ഷീ സീസ് ദി ഓപ്പർച്യൂണിറ്റി എന്നല്ലാതെ നമുക്കൊന്നും പറയുവാൻ കഴിയില്ല. പൊതുഗതാഗത സംവിധാനങ്ങളിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നിർത്തുവാൻ വേണ്ടി ബസ്സുകളിലും മെട്രോയിലും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളിലും എല്ലാം ഇത് എഴുതി വെക്കേണ്ടതായിട്ടുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. എവിടെയും ബാക്കിയുള്ളവരുടെ സ്വകാര്യതയെ ലംഘിച്ചുകൊണ്ട് തൻ്റെ സൗകര്യമാണെന്നുള്ള രീതിയിൽ പബ്ലിക്കിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ പലരും ഈ ഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടാവും. അവരൊന്നും ഈ നാടകത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒരു ഒഫൻസ് നടക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഫോർ എവിഡൻഷ്യറി പർപ്പസ് അത് ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറുടെ എല്ലാ സ്കില്ലും കാണിച്ചുകൊണ്ടാണ് ആ വീഡിയോയുടെ ഷൂട്ട് ചെയ്യപ്പെടുന്നത്. പരസ്പരം മനുഷ്യരോടുള്ള ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നില്ല അവരവിടെ ചെയ്തത്. അവർ പിന്നീടും പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്യുകയോ ഈ വിഷയം ഉയർത്തുകയോ അവരുടെ ലക്ഷ്യം അതായിരുന്നില്ല. മാത്രമല്ല, വെള്ളിയാഴ്ച വീഡിയോ ഇട്ടു, ഞായറാഴ്ച ആകുമ്പോഴേക്കും 27 ലക്ഷം പേര് അത് കാണുന്നു, അവരുടെ ഫോളോവേഴ്സ് കൂടുന്നു. അത് തന്നെയാണ് യഥാർത്ഥ ലക്ഷ്യം എന്ന് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. കാര്യം അവരുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ തൊട്ട് മുട്ടായി മേടിച്ച് അടക്കം എന്താണ് ഒരു കോണ്ടന്റ് ആക്കുന്ന ഒരാളാണത്. എല്ലാ കാര്യങ്ങളും കോണ്ടന്റ് ആക്കുക, ഈ പറയുന്ന എന്താണ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അതിൽ. അപ്പോൾ കിട്ടിയ ഒരു കണ്ടന്റ് പരമാവധി റീച്ച് ആക്കാൻ നോക്കി എന്നതിനപ്പുറം അതിലൊന്നുമില്ല എന്ന് വേണം